മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. അനുസ്മരണ സമ്മേളനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതി എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കും. നമുക്കറിയാം, ഇവിടെ നമ്മുടെ ഭരണഘടനയെ കൃത്യമായി മൂല്യങ്ങളോടുകൂടി സംരക്ഷിച്ചു നിർത്തിയ കോൺഗ്രസ് ഗവൺമെന്റുകളും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരുമുള്ള കാലഘട്ടത്തിൽ ഇന്ന് ഇന്ത്യയുടെ ഭരണഘടനയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പരിശോധിക്കും. 18 വയസ്സായവർക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് ചെറുപ്പക്കാരെയും യുവാക്കളെയും രാജ്യത്തിന്റെ ഭരണരംഗത്ത് ആരാണ് രാജ്യത്തിനെ നയിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൽ ചെറുപ്പക്കാർക്ക് ഉള്ള പങ്ക് അത് വ്യക്തമായി കാണിച്ചു കൊടുക്കുവാനും തീരുമാനമെടുക്കുവാനും രാജീവ് ഗാന്ധിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന കൂറുമാറ്റം നമുക്കറിയാം. കൂറുമാറ്റത്തിനെതിരെ കൃത്യമായ ഒരു നിയമം കൊണ്ടുവരുവാനും കൂറുമാറ്റ നിരോധന ബില്ല് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്തുവാനും സാധിച്ചു. പക്ഷേ അതിനെ പോലും തകിടം മറിക്കുന്ന രീതിയിലുള്ള സമീപനം, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. രാജീവ് ഗാന്ധിയുടെ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും എടുത്ത് പരിശോധിച്ചു നോക്കണം. പ്രൊഫസർ AD മുസ്തഫ മുഖ്യ പ്രഭാഷണം നടത്തി. നേതാക്കളായ അഡ്വക്കേറ്റ് TO മോഹനൻ, KC മുഹമ്മദ് ഫൈസൽ, VV പുരുഷോത്തമൻ, രാജീവ് ഇളയാവൂർ, K പ്രമോദ്, സുരേഷ് ബാബു ഇളയാവൂർ, സുദീപ് ജെയിംസ്, ശ്രീജ മഠത്തിൽ, മനോജ് കൂവേരി, K ബാലകൃഷ്ണൻ മാസ്റ്റർ, ബിജു ഉമ്മർ, CT ഗിരിജ, MC അതുൽ, കായക്കൽ രാഹുൽ, കുക്കിരി രാജേഷ്, P അനൂപ്, മുണ്ടേരി ഗംഗാധരൻ, കല്ലിക്കോടൻ രാകേഷ് തുടങ്ങിയവർ പുഷ്പാർച്ചനയിലും അനുസ്മരണത്തിലും പങ്കെടുത്തു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.